റേറ്റിംഗിൽ മുന്നിലെത്താൻ ബാർക്ലേ ജീവനക്കാരന് കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികൾ നൽകിയതിൻ്റെ തെളിവുകൾ ഇന്ന് രാവിലെ 24 പുറത്തുവിട്ടു. ടെലിവിഷൻ റേറ്റിംഗിലെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിൻ്റെ തെളിവുകൾ 24 തുറന്നുകാട്ടി. ഓപ്പറേഷൻ സത്യയായിരുന്നു നമ്മുടെ പരിപാടി. ഡാറ്റ അട്ടിമറിക്കാൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ലേ ഒരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ പ്രേംനാഥ് ശ്രമിച്ചു എന്നായിരുന്നു 24 പുറത്തുവിട്ട വാർത്തയുടെ ഉള്ളടക്കം. കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികളുടെ ഇടപാട് ഇയാളുമായി നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് USDT ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറ്റം ചെയ്തതിൻ്റെ വിശദാംശങ്ങളും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൻ്റെ വിവരങ്ങളും 24 ഇന്ന് രാവിലെ പുറത്തുവിട്ടു. തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് മേധാവി റവേദ ചന്ദ്രശേഖർ പറയുകയും ചെയ്തു. $50,000 കോടി രൂപയുടെ പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്ലേ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24 പുറത്തുവിട്ടത്. ബാർക്ലേ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന് ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമായി. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കോടികളെത്തി. USDT ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. ഈ വർഷം മെയ് 17 രാവിലെ ചാനൽ ഉടമ പ്രേംനാഥിന് വാട്സപ്പിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് ചാനൽ റേറ്റിംഗ് പോയിന്റ് പ്രേംനാഥ് ചാനൽ ഉടമയെ ചാറ്റ് വഴി അറിയിച്ചു. പിന്നീട് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായിരുന്നു എന്നതും തട്ടിപ്പിന് തെളിവ്. ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് പ്രതികരണം ലഭിക്കാതിരുന്നപ്പോൾ പ്രേംനാഥ് അയച്ച സന്ദേശമാണിത്. പെയ്ഡ് എന്നായിരുന്നു ഇതിന് ചാനൽ ഉടമയുടെ മറുപടി. പണം കൊടുത്ത് റേറ്റിംഗ് നേടുന്നതിനൊപ്പം പ്രേക്ഷക പിന്തുണ അളക്കുന്ന റേറ്റിംഗ് മീറ്ററുകൾ എവിടെയെല്ലാം സ്ഥാപിച്ചു എന്ന് വ്യക്തമാക്കുന്നതിന് ആ പ്രദേശത്തിന്റെ പിൻകോഡുകളും പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് കൈമാറി. റേറ്റിംഗ് കൂട്ടി പരസ്യവരുമാനം കൂട്ടുക മാത്രമല്ല, മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള ശ്രമങ്ങൾ വേറെ. വരുന്ന ആഴ്ചകളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ മുതലാളിക്ക് പ്രേംനാഥ് സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയ കോടികൾ ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ്. റേറ്റിംഗ് തട്ടിപ്പിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിന്റെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. റേറ്റിംഗ് തിരിമറിയിൽ മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒയ്ക്കും 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും റേറ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നു. ഒരു എൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു അപേക്ഷ ഞാൻ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി അയച്ചു കൊടുത്തു. ആ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ പരാതിയിൽ ഉന്നയിച്ച പല കാര്യങ്ങളും നടക്കുന്ന സത്യങ്ങളാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്കിന് പുറമെ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപക തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തിയാണ് ഈ തട്ടിപ്പ്. ടീം 24. ചാനൽ റേറ്റിംഗ് തട്ടിപ്പുമായി 24 പുറത്തുവിട്ട വാർത്തകൾ വളരെ ഗൗരവതരമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. എന്ത് അഴിമതിയാണ് നടന്നതെന്ന് പുറത്തറിയണം, ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. പുറത്തു വന്ന വാർത്തകൾ വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഗൗരവതരമായി ഇക്കാര്യം അന്വേഷിപ്പിക്കണം. എന്താണ് നടന്നത് എന്ന് പുറത്തറിയണം. എന്ത് അഴിമതിയാണ്, ഏത് രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ട് അത് പുറത്തു വരണം. കൃത്യമായ അന്വേഷണം നടക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.